മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് എമ്പുരാനിലെ ഖുറേഷി എബ്രാമും സ്റ്റീഫൻ നെടുമ്പള്ളി. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഖുറേഷി എബ്രാമിലേക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഖുറേഷി എബ്രാമും സ്റ്റീഫൻ നെടുമ്പള്ളിയും രണ്ട് പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണണം, കാരണം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഖുറേഷി എബ്രാമിനെ കുറിച്ച് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. എമ്പുരാനിലെ ഖുറേഷി എബ്രാമും ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി രണ്ട് പേഴ്സണാലിറ്റീസാണ്. ഒരാളിൽ തന്നെയുള്ള രണ്ട് പേഴ്സണാലിറ്റീസ്. എന്നാൽ ഇതിൽ ഏതാണ് അയാളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി? എമ്പുരാൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുറേഷി എബ്രാമാണ് അയാളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് PKRന് വേണ്ടി അയാൾ അണിഞ്ഞ ഒരു വേഷം മാത്രമായിരുന്നുവെന്ന് പറയേണ്ടി വരും. നമ്മൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒന്നാണ് എന്താണ്? ലൂസിഫറിൽ കണ്ട സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഓറ അത് ഖുറേഷി എബ്രാമിനില്ല എന്ന്. എന്നാൽ അതിൻ്റേതായിട്ടുള്ള കാരണവുമുണ്ട്. ആ കാരണം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഖുറേഷി എബ്രാമിൻ്റെ ഓറയെ നമ്മൾ തിരിച്ചറിയാതെ പോയതാണെന്ന്. അതിലേക്ക് തന്നെ പോവാം. ഈ സിനിമയുടെ ആദ്യ പതിപ്പായിട്ടുള്ള ലൂസിഫർ, ആ ഒരു പേരിൻ്റെ അർത്ഥം തന്നെ വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്ന് തന്നെയാണ്. എന്നാൽ അതുതന്നെയായിരുന്നു ആ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി. PK രാംദാസ് എന്ന് പറയുന്ന ഒരു ആദർശവാനായിട്ടുള്ള നേതാവിൻ്റെ സത്യസന്ധതയും അതുപോലെ തന്നെ ഒരുപാട് നന്മ നിറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസും ആദർശവുമൊക്കെ ആകുന്ന ആ വെളിച്ചം എന്നും തൻ്റെ പാർട്ടിയായിട്ടുള്ള IUFൽ നിലനിൽക്കണം, അതുപോലെ തന്നെ തൻ്റെ ദേശത്ത് ആ വെളിച്ചം എന്നും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ ദൗത്യമേൽപ്പിച്ച ഒരാളായിരുന്നു സ്റ്റീഫൻ. നമ്മൾ ആ സിനിമയിൽ ലൂസിഫറിൽ കാണുന്നുണ്ട് സ്റ്റീഫനെ ചെറുപ്പം മുതലേ വളർത്തിയത് എങ്ങനെയാണെന്ന്. ഇയാളുടെ കൂടെ കൊണ്ട് നടത്തിയാണ് വളർത്തിയതെന്ന് നമുക്കതിൽ നിന്ന് പലതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിൽ സ്റ്റീഫൻ അവിടെ നിന്ന് മാറേണ്ടി വന്നു. ഒരുപക്ഷെ PK രാംദാസിൻ്റെ വീട്ടിലുള്ള ആ ഒരു ആംബിയൻസും തൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം സ്റ്റീഫന് മാർക്ക് വേണ്ടി വന്നത്. ഫാദർ നെടുമ്പള്ളി ആ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് മാറി നിന്ന് ഇത്രയും കൊല്ലം നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. ഒരുപക്ഷെ ആ സമയത്തായിരിക്കണം പല ബന്ധങ്ങളിലേക്കും സ്റ്റീഫൻ പോയി അയാൾ ഖുറേഷി എബ്രാമായി മാറിയത്. ലൂസിഫർ എന്ന സിനിമയിൽ PK രാംദാസ് എന്ന് പറയുന്ന ആ ഒരു നേതാവിൻ്റെ വെളിച്ചം കൊണ്ടുവരുന്നവനായ സ്റ്റീഫൻ നെടുമ്പള്ളി എമ്പുരാനിലേക്ക് വന്നപ്പോഴത്തേക്ക് മറ്റൊരാളായി മാറുകയായിരുന്നു. എന്നാൽ സത്യം എന്തെന്ന് വെച്ചാൽ എമ്പുരാനിൽ കണ്ട ഖുറേഷി എബ്രാമിൻ്റെ സ്വഭാവം, ആ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അയാളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുണ്ട പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ, അതായിരുന്നു അയാൾ പണ്ടും ഇന്നും. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സ്റ്റീഫൻ്റെ ഓറ എന്തുകൊണ്ട് ഖുറേഷി എബ്രാമിന് വന്നില്ല? സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമുക്ക് ആ ഓറ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ലൂസിഫറിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് നെടുമ്പള്ളി നിയോജക മണ്ഡലത്തിൽ വരുന്ന ഒരു MLA മാത്രമാണ്. അതുപോലെ തന്നെ IUF പാർട്ടിയിൽ അയാൾക്ക് കൺട്രോളുണ്ട്. കേരളം എന്ന ദേശത്തിൽ IUF പാർട്ടിയുടെ പല പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിന് മേൽനോട്ടം വഹിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആശ്രയം എന്ന് പറയുന്ന ആ ഒരു ചാരിറ്റി ഹോപ്പ്, അതും ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ തൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ PK രാംദാസ് ഏൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ വരുന്ന കാര്യങ്ങളിൽ, തൻ്റെ PK രാംദാസിൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ സ്റ്റീഫന് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ അയാളൊരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അയാൾക്ക് മുന്നിലിറങ്ങി പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഓറ കുറച്ച് കൂടുതലായിട്ട് തോന്നും. കാര്യം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പണ്ട് കാലങ്ങൾ മുതൽ കാണുന്നത് പോലെ മുണ്ടുമടക്കി കുത്തി ഫൈറ്റ് ചെയ്യുന്ന, എന്തിനും മുന്നോട്ടിറങ്ങുന്ന ആ ഒരു മാസ് ആക്ഷൻ ഫിലിമിലെ ലാലേട്ടനെ സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ അതല്ല കാര്യം. എമ്പുരാനിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഓറ ഡിഫറൻസ് നമുക്ക് തോന്നാൻ കാര്യം, ഈവൻ മാസ് ആക്ഷൻസ് പലതും ഉണ്ടെങ്കിലും അത് ആ ഒരു ഓറ കുറയുന്നത് പോലെ നമുക്ക് തോന്നാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, എമ്പുരാനിലേക്ക് വരുമ്പോൾ അയാൾ ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ MLA അല്ല. എമ്പുരാൻ എന്ന് പറയുന്ന വാക്ക് തന്നെ, ആ ഒരു പേര് തന്നെ, ആ ഒരു ടൈറ്റിൽ തന്നെ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. എന്താണ് എമ്പുരാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഒരു രാജാവിന് മുകളിൽ, ഒരു ചക്രവർത്തിക്ക് മുകളിൽ ദൈവത്തിന് കീഴെ, അതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പവറാണ് എമ്പുരാൻ, ഓവർലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട MLA ആയ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ല, ഓവർലോഡായ ഖുറേഷി എബ്രാം. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിയന്ത്രണം IUF എന്ന് പറയുന്ന പാർട്ടിയിലും നെടുമ്പള്ളി നിയോജക മണ്ഡലത്തിലും കേരളത്തിലുമൊക്കെയാണ് വരുന്നതെങ്കിൽ, ഖുറേഷി എബ്രാമിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ ലോകത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ ശക്തി, ഗോൾഡ് ഡയമണ്ട് നെക്സസ് ആയിട്ടുള്ള ലൂസിഫർ നെക്സസ് എന്ന് പറയുന്ന ലോകത്തിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ശക്തി,
KA എന്ന് പറയുന്ന ഒരു ശക്തിയുടെ തലപ്പത്ത് വരുന്ന ആളാണ് ഖുറൈഷി എബ്രഹാം. അപ്പോൾ അയാൾക്ക് മുകളിൽ ദൈവം മാത്രമേ ഉള്ളൂ. സിനിമയിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഖുറൈഷി എബ്രഹാമിൻ്റെ ആളുകൾ പല ടോപ്പ് സീക്രട്ടായിട്ടുള്ള സംഭവങ്ങളിലുമുണ്ട്, പല പൊളിറ്റിക്കൽ മേഖലകളിലുമുണ്ട്. ഭരണം നടത്തുന്ന ആളുകൾക്കിടയിൽ പോലും ഖുറൈഷി എബ്രഹാമിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ അയാൾക്ക് മുകളിൽ ഒരാളില്ല, അയാൾക്ക് മുകളിലുള്ള ദൈവം മാത്രമാണ്. അപ്പോൾ അത്രത്തോളം ഉയർന്ന പൊസിഷനിലുള്ള ഖുറൈഷി എബ്രഹാം എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ അയാൾക്ക് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിയൊന്നും നടത്തേണ്ട കാര്യമില്ല. അയാളൊന്ന് വിരൽ ഞൊടിച്ചാൽ അയാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആജ്ഞാനുവർത്തികളുണ്ട്. അയാൾക്ക് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അയാൾ ചെയ്യുന്ന പ്ലാനിങ്ങിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാനായിട്ടും ശക്തരായിട്ടുള്ള ആളുകൾ അയാളുടെ കൺട്രോളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പവർഫുൾ കഥാപാത്രത്തെ ലാലേട്ടൻ അവതരിപ്പിക്കുമ്പോഴത്തേക്കും 5-2 7 ഡയലോഗേ ഉള്ളെന്ന് ചിലവർ പറയുന്നതും കുറച്ച് നേരെ കാണുന്നുള്ളെന്ന് പറയുന്നതും ഒക്കെ കഥാപാത്രത്തെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ CEO ഗ്രൗണ്ടിൽ ലെവലിൽ ഇറങ്ങി വന്ന് പണി ചെയ്യാറുണ്ടോ? ഇല്ല, അയാൾ കാര്യങ്ങൾ നടത്തിക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് അയാളെ ബോസ് എന്ന് പറയുന്നത്. ഇയാൾക്ക് മുകളിൽ ദൈവം മാത്രമേ ഉള്ളെന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ അയാൾ എന്തിനിറങ്ങി വന്ന് കാര്യങ്ങൾ ചെയ്യണം? അയാൾക്ക് അങ്ങനെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ലോകത്തിലെ മറ്റേ അറ്റത്ത് നടക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ അയാളുടെ ശക്തിയുണ്ട്, അവിടെ അയാളുടെ ഓറയുണ്ട്. ലൂസിഫറിൽ പറയുന്നുണ്ട്, യുദ്ധത്തിന് ശേഷമുള്ള റീകൺസ്ട്രക്ഷൻ വർക്കുകൾ പല രാജ്യങ്ങളിലും ഇയാൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലായിരിക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്സസിലുണ്ടായ സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറൈഷി എബ്രഹാമായി മാറിയത്. അയാൾ ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്നപ്പോഴത്തേക്കും അയാൾ മനസ്സിലാക്കുകയായിരുന്നു, താൻ ഇറങ്ങിയ ഇരുണ്ട ലോകത്തിൽ അതിനെക്കാട്ടിയും ഇരുണ്ട ഒരു ഭാഗമുണ്ട്. ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില പദാർത്ഥങ്ങളുണ്ടല്ലോ, അതിനെയും തീവ്രവാദത്തിനെയും ഒക്കെയാണ് ഇരുട്ടിലെ വലിയ ഇരുട്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതെല്ലാം ലോകത്തിന് എത്ര വിപത്തുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയ ഖുറൈഷി എബ്രഹാം താൻ പണ്ട് മുതലേ കേട്ട് വളർന്ന PK രാംദാസിൻ്റെ ഐഡിയോളജീസിനെ എല്ലാം ആ സമയത്ത് ഒരു പക്ഷേ ഓർത്തിട്ടുണ്ടാകും. ആ ഐഡിയോളജീസ് എല്ലാം തൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും തിന്മയിലെ വലിയ തിന്മകളെ നിയന്ത്രിക്കുന്ന എമ്പുരാനായി താൻ മാറണമെന്നുള്ള തീരുമാനം അയാളിൽ ഉണ്ടായതും. അയാൾ അതുതന്നെയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇരുട്ടിൽ നിൽക്കുന്ന മാലാഖയാണെങ്കിൽ പോലും അയാളെ എന്തിനു സൃഷ്ടിച്ചോ അത് അയാൾ ചെയ്യുന്നുണ്ട്. ഇരുട്ടിൻ്റെ ലോകത്തിനെ നിയന്ത്രിച്ച് അവിടെ ഒരു ഓർഡർ കൊണ്ടുവരാനായിട്ട്, അവിടെ വെളിച്ചം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ശരിക്കും ആ 1-ാം ഭാഗത്തിലെ പേര് ലൂസിഫർ എന്ന് പറയുന്ന പേരിനോട് നീതി പുലർത്തുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഖുറൈഷി എബ്രഹാം എന്ന് നമുക്ക് ചെറിയ ചെറിയ സീനുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ എമ്പുരാൻ്റെ അനാലിസിസ് ഇപ്പോഴെങ്ങും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് ഖുറൈഷി എബ്രഹാം, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ അനാലിസിസ് മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സിനിമ കാണാത്ത ഒരുപാട് പേരുണ്ട്. ആ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണേണ്ട ഒന്നാണ്. അപ്പോൾ കുറച്ച് ആഴ്ചകളും കൂടെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എമ്പുരാൻ്റെ സ്റ്റോറി അനാലിസിസ് സമയം പോലെ ചെയ്യാം. ഇത് ഖുറൈഷി എബ്രഹാമിൻ്റെ ക്യാരക്ടർ അനാലിസിസ് ആണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഖുറൈഷി എബ്രഹാം എപ്പോഴും ബ്ലാക്ക് ഔട്ട്ഫിറ്റിലാണ് അല്ലേ? ഈ ബ്ലാക്ക് ഔട്ട്ഫിറ്റിലാണെങ്കിൽ പോലും ഖുറൈഷി എബ്രഹാമിൻ്റെ സിഗ്നേച്ചറായിട്ട് അയാൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇത് 2 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ട്രെയിലറിൽ. ഒന്ന്, അയാളുടെ സിൽവർ നിറത്തിലുള്ള റിവോൾവറും അതേപോലെ സിൽവർ നിറത്തിലുള്ള ഷോട്ട് ഗണ്ണും. ഇതിൻ്റെ 2ൻ്റെയും പിടിഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റാണ്. സാധാരണ ആളുകൾ ബ്ലാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ വൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഔട്ട്ഫിറ്റിൽ ആ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റീഫൻ, തൻ്റെ മോതിരം പോലും ബ്ലാക്കാണ്. അങ്ങനെ പോകുന്ന സ്റ്റീഫൻ അല്ല, ഖുറൈഷി എബ്രഹാം താൻ ഉപയോഗിക്കുന്ന ആ ആയുധങ്ങൾ വൈറ്റായിട്ട് കാണിച്ചിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. അതയാളുടെ പേര്, ഈ സിനിമയുടെ 1-ാം ഭാഗത്തിന് ഇട്ടേക്കുന്ന പേര് തന്നെയാണ്. അയാളെ ഗോവർദ്ധൻ വർണ്ണിച്ചിരിക്കുന്ന പേര് കാരണം തന്നെയാണ് ലൈറ്റ് ബ്രിങ്ങർ. നിങ്ങൾ നോക്കിയാൽ മതി, സ്റ്റീഫൻ ആ ആയുധം എപ്പോഴും ഉപയോഗിക്കാറില്ല. ലോകത്തിന് തിന്മ വരുത്തുന്ന ആളുകളുണ്ടെങ്കിൽ, അധികാരത്തിൻ്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ PKRൻ്റെ ഐഡിയോളജീസിനെതിരെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാത്രമേ സ്റ്റീഫൻ തൻ്റെ ഈ ആയുധം എടുക്കാറുള്ളൂ. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പറയാം, ഇരുട്ടാവുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന ഖുറൈഷി എബ്രഹാം അവിടെ തിന്മകളിലെ ഏറ്റവും വലിയ തിന്മകളെ ഉന്മൂലനം ചെയ്യാനായിട്ട്, അവിടെ വെളിച്ചം വീശാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് അതിനെ കണ്ടാൽ മതി. അതെന്ന് പറയുമ്പോഴത്തേക്കും ഉന്മൂലനം ചെയ്യുന്നൊന്നല്ല, മോശമായിട്ടുള്ളൊരു വസ്തുവിനെ ന്യൂട്രലൈസ് ചെയ്യുന്നൊന്നായിട്ട് കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിന് ആ ഒരു സിംബോളിസം വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു കഥാപാത്രത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഖുറൈഷി എബ്രഹാം എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള
ഒരു വ്യക്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മിതഭാഷിയാണ്. അതുപോലെ തന്നെ ഇയാൾക്ക് അയാളുടെ വിശ്വസ്തരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥലത്ത് വീണ്ടും വിശ്വാസം കൊടുക്കുന്നൊരു സ്വഭാവം സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം കാണിക്കാറില്ല. അലോഷി അതിനൊരു ഉദാഹരണമാണ്. ഒരിക്കൽ വിശ്വാസവഞ്ചന കാണിച്ചു, പിന്നെ അയാൾ അടുപ്പിച്ചിട്ടില്ല. നമ്മളത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു തവണ വിശ്വാസവഞ്ചന കാണിച്ച ഒരാൾക്ക് വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത് സൂക്ഷിച്ചെങ്ങൊന്നും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് സ്റ്റീഫൻ വളരെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അയാളുടെ ലോകമെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും കൂടെ നിൽക്കുന്നവൻ ഒറ്റുന്ന ലോകമായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റീഫൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഖുറേഷി എബ്രഹാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ കൺട്രോള് അയാളുടെ നെറ്റ്വർക്കിങ്ങിലൂടെയാണ്. അയാൾ എല്ലാ ആളുകളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എന്നാൽ അറ്റ്മോസ്റ്റ് എപ്പോഴും അയാളുടെ ദൗത്യമെന്തോ ആ ദൗത്യത്തിൽ ഫോക്കസ്ഡായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ അവിടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം ഖുറേഷി എബ്രഹാം കയറി ഇൻവോൾവ് ചെയ്യുന്നതും. ഖുറേഷി എബ്രഹാമിൻ്റെ ക്യാരക്ടറിലേക്ക് പോകുമ്പോഴത്തേക്കും മറ്റൊരു പ്രത്യേകതയാണ്, അയാളിൽ എപ്പോഴും ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ അയാളിൽ എപ്പോഴും ഒരു സീരിയസ് മനോഭാവവുമുണ്ട്. താൻ ആരാണെന്ന് എപ്പോഴും തന്നെ സ്വയം അയാൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം അയാൾക്കറിയാം അയാളുടെ ശ്രദ്ധ പാളിപ്പോയാൽ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് എപ്പോഴും അവെയറായിട്ടുള്ളൊരു സ്വഭാവമാണ് ഖുറേഷി എബ്രഹാമിനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യം വന്നാലും അവിടെ പാനിക്കായി പോകുന്നത് നമ്മൾ കാണുന്നില്ല. ഒന്നിനും മുന്നിലും കീഴ്പ്പെട്ട് കൊടുക്കാത്ത ഒരു സ്വഭാവവും ഖുറേഷി എബ്രഹാമിൽ നമ്മൾ കാണുന്നുണ്ട്. ഖുറേഷി എബ്രഹാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു പർപ്പസ് ഉണ്ടാവും. ഒരു പർപ്പസ് ഇല്ലാതെ ഒരു കാര്യങ്ങളിലും അയാൾ ഇൻവോൾവ് ചെയ്യാറില്ല. ഇത് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പർപ്പസ് ഇല്ലാതെ ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക, അനാവശ്യമായിട്ട് ഓരോ ആളുകളുമായിട്ട് ഓരോ ആളുകളിൽ അനാവശ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, ഇതെല്ലാം ഒരു മനുഷ്യനെ വീക്കാക്കുന്നതിന് തുല്യമാണ്. നമുക്കെപ്പോഴും ഒരു പർപ്പസ് ഉണ്ടാവണം. ആ പർപ്പസിൽ എപ്പോഴും നമ്മൾ അഡ്ഹർ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഖുറേഷി എബ്രഹാമിലേക്ക് വരുമ്പോൾ അയാൾക്ക് അയാളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പർപ്പസുകളുണ്ട്. പിന്നെ കൂടുതൽ ഖുറേഷി എബ്രഹാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ശക്തിയെക്കുറിച്ചും ഓറയെക്കുറിച്ചും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അയാളുടെ സൃഷ്ടാവും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ മുരളീഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുറേഷി എബ്രഹാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു സൂര്യനെ പോലെയാണ്. നമ്മളൊരു ദിവസം സൂര്യൻ ഉണ്ടോ എന്നറിയാനായിട്ട് ആകാശത്ത് പൊങ്ങി സൂര്യനെ നോക്കാറുണ്ടോ? ഇല്ല. സൂര്യൻ്റെ ആ ഒരു ചൂട്, സൂര്യൻ കാരണം ഉണ്ടാകുന്ന വിയർപ്പ്, ആ ഒരു വെളിച്ചം, അതൊക്കെ വെച്ചിട്ടാണ് സൂര്യനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെയാണ് ഖുറേഷി എബ്രഹാമും സ്റ്റീഫൻ നെടുമ്പള്ളിയും. അവരുടെ ഓറ കാണിക്കാനായിട്ട് ഒരു ഫിസിക്കൽ അപ്പിയറൻസിൻ്റെയോ ഒരു ഭയങ്കര പവറിൻ്റെ കാര്യമൊന്നും അവർക്കില്ല. അവരുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് പോകുന്നത് പോലെ ഖുറേഷി എബ്രഹാമിന് ചുറ്റും നിൽക്കുന്ന ആളുകൾ വെച്ചിട്ടാണ് അയാളുടെ ഓറ കാണിക്കുന്നത്. അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ആ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തിൻ്റെ ശക്തിയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തതിലേക്ക് വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഖുറേഷി എബ്രഹാം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയം മുതൽ ഇതിനെക്കുറിച്ച് ചില മോശം അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഒന്നും നമുക്ക് 100% ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയത് സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, എമ്പുരാൻ കാണാൻ പോട്ടെ, എമ്പുരാൻ കൊള്ളാവോ, എമ്പുരാൻ ടിക്കറ്റ് എടുക്കട്ടെ. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ റിവ്യൂ കണ്ടിട്ട് നിങ്ങളൊരു സിനിമയെ വിലയിരുത്തരുത്. കാരണം റിവ്യൂ കാണുമ്പോൾ അവിടെ നിങ്ങൾ കേൾക്കുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അത് പറയുന്നത് അദ്ദേഹത്തിന് പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ ജെനുവിനായിട്ട് പറയുന്നതായിരിക്കും, ചിലപ്പോൾ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് പറയുന്നതായിരിക്കും, നമുക്കറിയാൻ കഴിയത്തില്ല. അപ്പോൾ അത് കണ്ടിട്ട് അതും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സിനിമ പോയി കണ്ടാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിലെ ആസ്വാദകന് ആ സിനിമ മനസ്സിലാക്കാനും കഴിയത്തില്ല. പണ്ട് 3 കണ്ണുപൊട്ടന്മാർ ആനയെ കാണാൻ പോയൊരു കഥയില്ലേ, അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് പറയാം. 2 പേർ ആനയെ കാണാൻ പോയി. അവന്മാർ വന്നിട്ട് നിങ്ങൾ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ആന എങ്ങനെ ഉണ്ടായിരുന്നടാ? ഒരുത്തൻ പറയും, അയ്യോ ആന എന്തോന്ന് വലിയ ജീവി, എന്തോന്നാണ് വലിയ ജീവി, അതിൻ്റെ കണ്ണ് മാത്രം ചെറുത്, കണ്ണും കൂടെ വലുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയും. ഓരോരുത്തൻ വന്നിട്ട് പറയും, കുതിരയെ കണ്ട പവർ ആനയ്ക്കില്ല കേട്ടാ, കുതിര വേറെ ലെവലാണ്, ആനയൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കൂടെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുമേ ആനയപ്പോൾ വിചാരിച്ചവർ അത്ര പവറൊന്നും അല്ലേ, തലയെടുപ്പൊന്നും ഇല്ലേ, യവന്മാർ പറയുന്നത് വെച്ച് നോക്കിയാൽ ഒന്നുമില്ലെന്ന് തോന്നുമല്ലേ. നമ്മൾ പോയി നോക്കുമ്പോൾ എന്താണ്, എന്നാൽ ഇതൊന്നും കേൾക്കാതെ ഓക്കെ, എന്നാലും യവന്മാർ കേട്ട് അതൊന്നും നോക്കണ്ട, എൻ്റേതായിട്ടുള്ള രീതിക്ക് ഞാൻ ആനയൊന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ പോയി നോക്കുമ്പോഴാണ് നെറ്റിപ്പെട്ടൊക്കെ കെട്ടി തേടമ്പെടുത്ത് തലയെടുപ്പോട് കൂടി ഒരു ലക്ഷണമൊത്ത കൊമ്പനവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരാളുടെ ഒപ്പീനിയൻ കേട്ടിട്ട് സിനിമ കാണുന്നതിന് മുൻപ് അത് കൊള്ളാവോ കൊള്ളൂലേ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്.
ഇപ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ കേട്ടിട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. പക്ഷേ ഒപ്പീനിയൻ പറയുന്ന ആൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നതെങ്കിലും ഓക്കെ, ഇല്ലാത്ത കാരണങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അതിനെ മോശമായിട്ട് പറഞ്ഞ് നീ കാണാനേ പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്ര മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആസ്വാദന ശൈലിയെ ഒരിക്കലും സ്വാധീനിക്കാൻ സമ്മതിക്കരുത്. ഇപ്പോൾ സിനിമ കാണുന്ന ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയാം. പക്ഷേ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തെന്ന് ചൂണ്ടിക്കാണിച്ചാൽ കുറച്ചുകൂടെ നൈസായിരിക്കും. പക്ഷെ ചില ആളുകളുണ്ട് സിനിമ കണ്ടിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ അത് ഒട്ടും കൊള്ളത്തില്ല, അത് വെറും വേസ്റ്റാണ്, പോയി കാണുന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് പറയുന്നത്. അത് ശരിയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഒരാളുടെ ആസ്വാദന ശൈലി ആയിരിക്കത്തില്ല മറ്റൊരാളുടെ ആസ്വാദന ശൈലി. എമ്പുരാൻ പോലത്തെ സിനിമയൊക്കെ ഇപ്പോൾ ചില റിവ്യൂവിലൊക്കെ കണ്ടായിരുന്നു ഇറങ്ങി വന്നിട്ട് ഒട്ടും കൊള്ളത്തില്ല, വേസ്റ്റ്, വെറും മോശം അഭിപ്രായം എന്നൊക്കെ പറയുന്നത്. അത്രയും വേസ്റ്റ് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല ഇത്, വെറും ആവറേജ് പടം എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആവറേജ് പടമാണെന്ന് തോന്നുന്നില്ല, എബോവ് ആവറേജ് തന്നെയാണ്. ഒരു ഡീസൻറ്റ് ഫിലിമാണ് ഈ സിനിമ. തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് വർത്താണ്. ആ സിനിമയിലെ ചില പെർട്ടിക്കുലർ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ട്രെയിലറിൽ ആ ഒരു ഫൈറ്റ് സീക്വൻസിന് മുമ്പുള്ള ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ടും കാണേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ലൂസിഫറിൻ്റെ 3-ാം ഭാഗം അത് ഉറപ്പായിട്ടും ഇറക്കണം. കാരണം എന്തിലേക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നോ അതിൻ്റെ ഷോ ഡൗൺ നമ്മൾ കാണാൻ പോകുന്നത് ലൂസിഫറിൻ്റെ 3rd പാർട്ടിലായിരിക്കും, L3-യിലായിരിക്കും. L3-യിലാണ് എന്താണ് വെളിച്ചം കൊണ്ടുവരുന്നവനെന്ന് അർത്ഥം വരുന്ന ആ മാലാഖ, ആ ഒരു എമ്പുരാൻ മരണത്തിൻ്റെ മാലാഖയായിട്ടുള്ള അസ്രയേലായി മാറുന്നത് നമ്മൾ കാണാൻ പോകുന്നത്. അത് ഏതൊക്കെ രീതിയിൽ ഇവരെടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഗംഭീരമായിരിക്കും എന്നൊരു ചെറിയ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണുക. സിനിമ കണ്ടവർ നിങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയുന്നു, നമ്മൾ എമ്പുരാനെക്കുറിച്ചുള്ള സ്റ്റോറി അനാലിസിസ് ചെയ്യും. അതിപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. കാരണം സിനിമ കാണാൻ ഒരുപാട് പേര് ബാക്കിയുണ്ട്. അവരെല്ലാവരും സിനിമയൊക്കെ ഒന്ന് കാണട്ടെ. നമ്മളായിട്ട് അവരുടെ ആസ്വാദന ശൈലിയെ എഫക്റ്റ് ചെയ്യണ്ട സിനിമ. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു തവണ കൂടെ കാണുന്ന സിനിമ. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സിനിമയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി അത് നല്ലതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തിൻ്റെ ചില വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ